വെൽക്കം ടു മൈ വ്ളോഗ്. നമ്മളിന്ന് ഓക്ലാൻഡ് സിറ്റിയിലെ എന്തോ അത് ബോട്ട് റൈഡ് കാണാൻ വന്നേക്കുവാ. കാണാനല്ല, ബോട്ട് റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നേക്കുവാ. ഇവിടെ ബ്രിട്ടോമാർട്ട് എന്നുള്ള സ്ഥലത്തുനിന്ന് ഡിവോൺ പോർട്ട് എന്നുള്ള സ്ഥലത്തേക്ക് നല്ലൊരു ബോട്ട് റൈഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓക്ലാൻഡ് സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചു. സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ദുബായിൻ്റെ ഒക്കെ ഒരു ചെറിയ ഫീൽ ഉണ്ട് കേട്ടോ. ഇതാണ് ഓക്ലാൻഡിലെ ബസ്സസ്. നഥാൻ ഈസ് ഹിയർ. ഹലോ. സോ വലിയ തിരക്കൊന്നുമില്ല. നമ്മളൊരു ഉച്ച കഴിഞ്ഞപ്പോൾ വന്നു. വൈകുന്നേരത്തേക്ക് വെച്ച് തണുപ്പും തിരക്കും കൂടണ്ടെന്ന് വെച്ചിട്ട്. സോ ഇവിടെ ഒരു ബസ് സ്റ്റേഷൻ ഉണ്ട് ആൻഡ് കുറേ ഹൈ റൈസ് ബിൽഡിങ്ങുകളും കാണാൻ പറ്റും. ഓക്ലാൻഡിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഹൈ റൈസസ് ബിൽഡിങ് കാണുന്നത് ഇപ്പോഴാണ്. പിന്നെ ഒത്തിരി പേര് നടന്നും ഓക്കെ. ദുബായിനെ ഓർമ്മിപ്പിക്കാനായിട്ട് ഒരു FJ ക്രൂയിസർ. അത് FJ ക്രൂയിസർ ഉണ്ടോ? ഓക്ലാൻഡിൽ FJ ക്രൂയിസർ വളരെ കുറച്ച് കണ്ടിട്ടുള്ളൂ കേട്ടോ. സോ നമ്മളൊരു ബീച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടാണ് ഇനി മറ്റേ ബോട്ടിൻ്റെ ടെർമിനൽ പോകണമെന്നുള്ളതൊന്ന് അന്വേഷിക്കണം. FJ എൻ്റെ ഫേവററ്റ് വണ്ടിയാണ്. ബോട്ട് കണ്ടുപിടിക്കട്ടെ. ദിസ് ഇസ് ദ പോലീസ്. ഒരു ഓൾഡ് ബിൽഡിംഗ് ഉണ്ട് കേട്ടോ ഇവിടെ. കിടിലം ബിൽഡിംഗ്. നമ്മുടെ ചെന്നൈ എന്താ അത്, ചെന്നൈ ഇതില്ലേ, റെയിൽവേ സ്റ്റേഷൻ പോലെ ഇല്ലേ അല്ലേ? നടന്ന് ഇവിടെ എത്തിയേ. സ്റ്റാൻസിയും കൊച്ചും വരുന്നുണ്ട്. ഇവിടുത്തെ ഫെറിയാ. കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു ഹാർബർ ഇൻഫർമേഷൻ കൗണ്ടർ ഉണ്ട് ഇവിടെ. ചോദിച്ചു നോക്കാം എങ്ങനെയാണ് ഇവിടുത്തെ കലാപരിപാടികളെന്ന്. നല്ല ക്യൂ ഉണ്ട്. ഇന്നൊരു സാറ്റർഡേ ആയതുകൊണ്ടായിരിക്കും അല്ലേ? നല്ല ക്യൂ ആണ്. സാറ്റർഡേ ആയതുകൊണ്ടായിരിക്കും. ഉണ്ടല്ലോ. ഹലോ. നല്ല ക്യൂ ആട്ടാ. ചെറിയൊരു ബോട്ടാണ് വന്നേക്കണത്. ആ ബോട്ടിൽ എനിക്ക് തോന്നുന്നത് 60 പേരൊക്കെ കയറുള്ളൂ. ഇനി ന്യൂസിലാൻഡിൽ ബോട്ട് മുങ്ങി മരിച്ചു എന്നുള്ള പേര് വരാവോ? ഒരു ലോഡ് ആൾക്കാരുണ്ട്. ക്യൂ അകത്തേക്ക് പോവാം. രണ്ടുപേരും കാത്തു നിൽക്കണം. അരമണിക്കൂർ ഗ്യാപ്പായിട്ടാണ് ബോട്ടുള്ളത്. അടുത്തേക്ക് പോവാട്ടോ. ഇതെങ്ങനെയാണ്? നമുക്ക് മാക്സിമം ടോപ്പിൽ പോവാൻ നോക്കാം. എന്റെ ദൈവമേ, ടൈറ്റാനിക് കയറണ പോലെ ഉണ്ടല്ലോ. മൂവി തുടങ്ങിട്ടോ. മൂവി തുടങ്ങിയപ്പോഴാണ് ഓക്ലാൻഡ് സിറ്റിയുടെ ഒരു ഭംഗി മനസ്സിലാവുന്നത്. ഇതാണ് നമ്മൾ വന്ന ബോട്ട്.
നമ്മുടെ കൊച്ചി മെട്രോ കാണുന്ന ബോട്ട് പോലെ കേട്ടോ. കൊച്ചി മെട്രോ കാണുന്ന ബോട്ട് എന്ന് പറഞ്ഞാൽ അത് ഒറ്റ നിലയേ ഉള്ളൂ. പക്ഷെ കണ്ടോ, ഒരു ബോട്ടും 2 ബോട്ടിനെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ബോർഡ് വെച്ചിട്ടുള്ളതാണ്. ഇവിടേക്കാണ് വന്നത്. ഒരു 10 മിനിറ്റ്സ് കൊണ്ടൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ പുറത്ത് എന്തോ ഒരു ചെറിയ പ്ലേ ഗ്രൗണ്ടും പിന്നെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് തിരിച്ച് ആ ബോട്ടിൽ കയറി നമ്മുടെ കാറ് പാർക്ക് ചെയ്തേക്ക സ്ഥലത്തേക്ക് പോകാൻ പറ്റും. അങ്ങനെയാണ് പരിപാടി. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു റൈഡിന് $5 വരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് $5, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ $5. അപ്പോൾ ഒരു $10 ഉണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ബോട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് കണക്ഷൻ ബോട്ട് സർവീസൊക്കെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഈ പായ് ബോട്ടുകളില്ലേ, പായ വെച്ചിട്ട് ഇങ്ങനെ കാറ്റ് കൊണ്ട് പോകുന്ന ബോട്ടുകൾ, അങ്ങനത്തെ ഒരുപാട് ബോട്ടുകളൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും കേട്ടോ. നല്ല രസമുണ്ട്. പിന്നെ എവിടെ ചെന്നാലും ഡോഗൊക്കെ കളിക്കുന്നുണ്ട്. ആരുടെയെങ്കിലും ഡോഗാണോ? അത് ആരുടെയോ ഡോഗാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു വെറുതെ ഓടി കിടക്കുന്ന ഡോഗാണോ, നാട്ടിലൊക്കെ പോലെ. മൊത്തത്തിൽ നല്ല രസമുള്ള സ്ഥലം, നല്ല ക്ലൈമറ്റ്. കുറച്ച് ദിവസമായിട്ട് ഇവിടെ മഴയായിരുന്നു. ഇന്ന് ദൈവം സഹായിച്ച് മഴയൊന്നുമില്ല. നല്ലൊരു ടവറേ, ക്ലോക്ക് ടവർ. 3 മണിയായി. ഇപ്പം ഇവിടെ ക്ലൈമറ്റ് വിൻ്ററൊക്കെ ഇങ്ങനെ മാറി നല്ലൊരു ക്ലൈമറ്റ് കേട്ടോ. അതുകൊണ്ട് മഴയുണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ നല്ല ഡേ ടൈം കിട്ടുന്നുണ്ട്. ആദ്യമൊക്കെ 4-5 മണിയാകുമ്പോഴേക്ക് ഇരുട്ടാവുമായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം നല്ല ഡേ ലൈറ്റ് കിട്ടുന്നുണ്ട്. ഈ ഡിവോൺ പോർട്ട് എന്നുള്ള സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ നല്ല പ്ലേ ഏരിയ, ഫാമിലിയൊക്കെ ആയിട്ട് ആൾക്കാർ വന്ന് കസേരയും പായൊക്കെ വിരിച്ച് ഇവിടെ ഇരുന്ന് പിള്ളേർ കളിച്ച്, അങ്ങനത്തെ ഒരു നല്ലൊരു ലൈവായിട്ടുള്ള ഏരിയ കേട്ടോ. എനിക്ക് തോന്നുന്നു ആൾക്കാർ ഓക്ലാൻഡ് സിറ്റിയിൽ നിന്ന് നേരെ ഡിവോൺ പോർട്ടിലേക്ക് വരുന്നു. ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം സ്പെൻഡൊക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ബോട്ട് പിടിച്ച് ഓക്ലാൻഡ് സിറ്റിയിലേക്ക് പോകുന്നു. അങ്ങനെ കേട്ടോ. ഇവിടെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ നല്ല ലൈവായിട്ടുള്ളൊരു ഏരിയ. പാർക്ക് ഈസ് ഗുഡ്. അത് നോക്ക്, അമ്മ ചാടാൻ പോണ നോക്ക്. അയ്യോ, അമ്മ ചാടാൻ പോയപ്പോ ദേടി ബാക്കില്. ഇല്ലില്ല, ചാടിക്ക. ഓ നാട്ടിലെ കാക്കേനെ പോലെയാ, എല്ലായിടത്തും ഈ സാധനം ഉണ്ടാവും. അയ്യോ, അതിനെ ഓടിപ്പിച്ച് വിട്ട്. കണ്ടാ, നമ്മുടെ നാട്ടിലെ എല്ലായിടത്തും കടൽ തീരത്ത് പോയാൽ കാക്കേനെ കാണും, ഇവിടെ ഈ സാധനത്തിനെ കാണും. നല്ല ബ്ലൂ ആണോ ഗ്രീനാണോ? ബ്ലൂവും ഗ്രീനും ചേർന്നൊരു കളറാട്ടോ. എവിടെ നോക്കിയാലും നല്ല രസമുള്ള മേഘം, നല്ല ക്ലൈമറ്റ്. ഇന്നലൊക്കെ എന്തൊരു മഴയായിരുന്നു, പൊരിഞ്ഞ മഴയായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് നല്ല ക്ലൈമറ്റാണ്. ഒത്തിരി മറ്റേ പ്രൈവറ്റ് ബോട്ടുകൾ ഇങ്ങനെ ഓടുന്നുണ്ട്, ചെറിയ പ്രൈവറ്റ് ബോട്ടുകൾ. അത് ഈ സ്വന്തമായിട്ട് ഫിഷിങ്ങിനൊക്കെ വേണ്ടി വരുന്ന ആൾക്കാരുടെ ബോട്ടുകളാണെന്ന് തോന്നുന്നത്. അങ്ങനെ വിശാലമായി കിടക്കുക. വീടില്ലടാ. ഓടിക്കല്ലടാ. ഓയോ. അപ്പം അങ്ങനെ നമ്മൾ ഡിവോൺ പോർട്ട്, വെരി സ്നദൻ. അങ്ങനെ നമ്മൾ ഡിവോൺ പോർട്ട് കണ്ടു. ഡിവോൺ പോർട്ട് ലൈക്ക് എന്താ പറയുക, നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ വീട്ടിലിരുന്ന് ബോറടിക്കുന്നുണ്ടെങ്കിൽ വന്ന് കാണാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ. രസമുണ്ട്. മീൻസ് നമ്മൾ മൊത്തം പച്ചപ്പൊക്കെ കണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് വേറൊരു ഫീൽ കിട്ടും. കുറച്ച് ബീച്ചും കുറേ ഹൈറൈസ് ബിൽഡിങ്ങുകളൊക്കെ ആയിട്ട് വേറൊരു ന്യൂസിലാൻഡ് ഫീൽ കിട്ടും. മൊത്തത്തിൽ മലയും പച്ചപ്പുമാണല്ലോ ഇവിടെ. അതിത് മാറി വേറൊരു ടൈപ്പ് ഒരു സെറ്റപ്പാണ്. പിന്നൊരു ബോട്ടിങ്, ഫാമിലിയൊക്കെ ആയിട്ട് ചുമ്മാ ബോട്ടിങ്ങും ഒക്കെ ചെയ്ത് നമ്മുടെ ടൈം ഇങ്ങനെ കില്ല് ചെയ്യാം. അതിന് പറ്റിയ സ്ഥലം. തിരിച്ച് നമ്മൾ ഇനി ഓക്ലാൻഡിലേക്ക് പോവാം കേട്ടോ. നോക്കാം.
ബിൽഡിംഗ് ആണ് ഓക്ലാൻഡ് ടവർ. ഏറ്റവും ഹൈയസ്റ്റ് ടവർ ഇവിടുത്തെ. അതിനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ബിൽഡിങ്സ് അത്രേ ഉള്ളൂ ഇവിടുത്തെ ഹൈറൈസ് ബിൽഡിങ്ങുകൾ. ഡൗൺ ടൗൺ. അങ്ങനെ നമ്മൾ ഡൗൺ ടൗണിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു നല്ലൊരു ഫീലുണ്ട് കേട്ടോ. കാരണം കുറേ ബിൽഡിങ്ങും ഒരു തിരക്കൊക്കെ കാണുമ്പോൾ. അവിടെ ആരും അല്ല, ഇവിടെ അല്ല ക്രോസ് ചെയ്യണ്ട ആണോ? ഓക്കെ. അതാരായിരിക്കും ഈ കറുത്ത ഇത്? ക്രോസ് ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നൗ എന്തായാലും കിടക്കാം. അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് കേട്ടോ. Clap. Come on guys, give us some encouragement. When you're ready, just relax and throw it when you're ready. ഒരു ബോണസായിട്ട് ഒരു സ്ട്രീറ്റ് ഷോ കിട്ടി. നല്ല രസമുണ്ടായി. അവനൊരു ഇൻ്റർനാഷണൽ സ്ട്രീറ്റ് പെർഫോമറാണ്. അവൻ്റെ ഷോ ഒക്കെ കണ്ടു. അതൊരു 1.25 മണിക്കൂറുണ്ടായി അല്ലേ? കുറേ നേരം ഉണ്ടായി അല്ലേ? പക്ഷെ നല്ല രസമുണ്ടായി. ഭയങ്കര കോമഡി ആയിരുന്നു. നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഓക്ലാൻഡിലുള്ളവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ കണ്ണിലേക്ക് വെയിലിരിക്കുന്നു. ഓക്ലാൻഡിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരെ കാറായിട്ട് വരുന്നുണ്ടെങ്കിൽ ഓക്ലാൻഡ് ഡൗൺ കാർ പാർക്കിൽ വരെ ആ കാർ അവിടെ ഇടുക. എന്നിട്ട് അവിടെ നിന്ന് നേരെ നടക്കുമ്പോൾ ഡൗൺ ടൗൺ ബോട്ടിൻ്റെ ഫെറി കിട്ടും. അവിടെ നിന്ന് നേരെ ഒരു ബോട്ട് എടുക്കുക. $5 കൊടുത്തിട്ട് നേരെ ഡിവോൺ പാർക്കിൽ പോവുക. അവിടെ കുറച്ച് നേരം വൈബ് ചെയ്യുക. എന്നിട്ട് തിരിച്ച് അതുപോലെ തന്നെ തിരിച്ച് വരിക. എന്നിട്ട് ഡൗൺ ടൗണിൽ വന്ന് ഇറങ്ങുക. എന്നിട്ട് അവിടെ നിന്ന് കാർ എടുക്കുക, തിരിച്ച് പോവുക. കാർ പാർക്കിംഗ് ഫീ $2 അങ്ങനത്തെ വരുന്നുള്ളൂ. ബോട്ടിന് അങ്ങോട്ട് 5 രൂപ, ഇങ്ങോട്ട് 5 രൂപ. പക്ഷെ നല്ല രസമാണ്, നല്ല സ്ട്രീറ്റാണ്. അപ്പോൾ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആരെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ പറയാം. ബൈ.